കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ. പെസഹ എന്നത് ഒരു പഴയ ഓർമ്മ മാത്രമല്ല, അത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കടന്നുപോക്കാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സ്വാർത്ഥതയിൽ നിന്ന് പങ്കുവയ്ക്കലിലേക്ക്, കലഹത്തിൽ നിന്ന് സമാധാനത്തിലേക്ക്, വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള ഒരു യാത്രയാണ് പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പെസഹ രാത്രിയിൽ ക്രിസ്തു കേട്ട പടയാളികളുടെ ശബ്ദം ഇന്നും ലോകത്തിൻ്റെ പല യുദ്ധഭൂമിയിൽ നിന്നും നാം കേൾക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നും യുദ്ധം, ദാരിദ്ര്യം, അനീതി, അസമത്വം, അഭയാർത്ഥികളുടെ വേദന, പട്ടിണി, ഭയം, ഇതെല്ലാം മനുഷ്യജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. യുദ്ധം തുടങ്ങുന്നത് ശക്തരായ ആളുകളുടെ തീരുമാനങ്ങളാലാകാം, പക്ഷേ യുദ്ധത്തിന്റെ വേദന അനുഭവിക്കുന്നത് സാധാരണ മനുഷ്യരാണ്. അമ്മമാരും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും. ബോംബിന്റെ ശബ്ദം കേട്ടുറങ്ങുന്ന കുട്ടികൾ, വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, സ്വന്തം നാട്ടിൽ തന്നെ അന്യരായി ജീവിക്കേണ്ടി വരുന്ന ജനങ്ങൾ. ഇവരുടെ വേദന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമല്ലേ. ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യം ആയുധങ്ങളല്ല, മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹവും കരുണയും സമാധാനവുമാണ്. പെസഹ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ തത്വശാസ്ത്രങ്ങളല്ല, മറിച്ച് വളരെ ലളിതമായ ഒരു ജീവിത പാഠമാണ്. അപ്പം മുറിച്ച് പങ്കുവെക്കുക, മറ്റൊരാളുടെ കാലുകൾ കഴുകുവാൻ തയ്യാറാകുക, അതായത് മറ്റൊരാളെ സേവിക്കുവാൻ തയ്യാറാകുക. അപ്പം മുറിക്കൽ എന്നത് വെറും ഒരു ചടങ്ങല്ല. അപ്പം മുറിക്കപ്പെടുമ്പോഴാണ് അത് അനേകർക്ക് ഭക്ഷണമാകുന്നത്. അതുപോലെ മനുഷ്യന്റെ സ്വാർത്ഥത മുറിക്കപ്പെടുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. എനിക്ക് മാത്രം എന്ന ചിന്ത മുറിഞ്ഞ് നമുക്ക് എന്ന ചിന്ത തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ പെസഹ സംഭവിക്കുന്നത്. രാജാളി തെളിഞ്ഞു പറഞ്ഞു സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു. ഇന്ന് ലോകത്തിൽ സമാധാനമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു. പക്ഷേ ലോകം എന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങുന്നതാണ്. കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ലോകത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമിക്കാൻ പഠിച്ചാൽ അവിടെ സമാധാനം തുടങ്ങും. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തോടെ സംസാരിച്ചാൽ അവിടെ സമാധാനം തുടങ്ങും. സഹോദരങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കാൻ ശ്രമിച്ചാൽ അവിടെ സമാധാനം തുടങ്ങും. അങ്ങനെ ചെറിയ കുടുംബങ്ങളിൽ ആരംഭിക്കുന്ന സമാധാനമാണ് പിന്നീട് സമൂഹത്തിലേക്കും ലോകത്തിലേക്കും വ്യാപിക്കുന്നത്. പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠം എളിമയാണ്. ശിഷ്യരുടെ കാലുകൾ കഴുകിയ യേശു നമ്മെ പഠിപ്പിച്ചത് അധികാരമല്ല, സേവനമാണ് വലിയതെന്ന്. മറ്റുള്ളവരെ ഭരിക്കുന്നവൻ വലിയവനല്ല, മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ് വലിയവൻ. ഇന്നത്തെ ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഒരു കാര്യം മാത്രമാണ്: മനുഷ്യൻ വലിയവനാകാൻ ശ്രമിക്കുന്നു, പക്ഷേ നല്ലവനാകാൻ ശ്രമിക്കുന്നില്ല. പെസഹ നമ്മോട് പറയുന്നത് ഇതാണ്: വലിയവനാകാൻ ശ്രമിക്കേണ്ട, നല്ലവനാകുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ തോൽപ്പിക്കുവാൻ ശ്രമിക്കേണ്ട, അവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. സമ്പത്ത് കൂട്ടുവാൻ മാത്രം ശ്രമിക്കേണ്ട, സ്നേഹം പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുക. പെസഹ എന്നത് ഒടുവിൽ ഒരു വലിയ സന്ദേശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. നമുക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നാം എല്ലാവരും ഒരേ വഞ്ചിയിലാണ്. ഒരാളുടെ വേദന മറ്റൊരാളുടെ പ്രശ്നമല്ല എന്ന് പറയുവാൻ ആർക്കും അവകാശമില്ല. മനുഷ്യനും പ്രകൃതിയും തമ്മിലും ഉള്ള
സാഹോദര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ. ഈ പെസഹ ദിനത്തിൽ നമുക്ക് ചില ചെറിയ തീരുമാനങ്ങൾ എടുക്കാം. കുടുംബത്തിൽ കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കാം, ക്ഷമിക്കുവാൻ പഠിക്കാം, ആവശ്യമുള്ളവരോട് പങ്കുവയ്ക്കാം. കലഹങ്ങളെക്കാൾ സമാധാനം തിരഞ്ഞെടുക്കാം, അഹങ്കാരത്തെക്കാൾ എളിമ തിരഞ്ഞെടുക്കാം. അപ്പോൾ മാത്രമേ പെസഹ നമ്മുടെ വീട്ടിലും ജീവിതത്തിലും യാഥാർത്ഥ്യമാകൂ. അപ്പം മുറിക്കപ്പെടുമ്പോഴാണ് അത് ഭക്ഷണമാകുന്നത്. മനുഷ്യൻ സ്വാർത്ഥത മുറിക്കുമ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത്. കുടുംബത്തിൽ സ്നേഹം പങ്കുവെക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളാകുമ്പോഴാണ് ലോകം നല്ലതാകുന്നത്. എല്ലാവർക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞ പെസഹ ആശംസകൾ. കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യൻ